Hello friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടൂളാണ് കീ സെർച്ച് ഡോട്ട് സി ഒ. ഇത് ബേസിക്കലി ഒരു കീവേഡ് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ SEOയുടെ മോസ്റ്റ് ഓഫ് ദ അനാലിസിസിന് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഐ പേഴ്സണലി യൂസ് ദിസ് ഫോർ ബേസിക്കലി കീവേഡ് റിസർച്ച്. സോ നമ്മൾ ഒന്ന് ബേസിക്കലി ഒന്ന് കാണിച്ചു തരാം. സോ ഞാനൊരു കീവേഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരിയർ. ആൻഡ് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, റിലേറ്റഡ് സെർച്ച്, ഗൂഗിൾ സജസ്റ്റ്, ബിങ് സജസ്റ്റ്, ഏത് ടൈപ്പ് ഓഫ് കീവേഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, യു ക്യാൻ ഗെറ്റ് ദാറ്റ്. സോ ഞാനിപ്പോൾ റിലേറ്റഡ് കീവേഡ്സ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരിയർ റിലേറ്റഡ് കീവേഡ്സ് ഏതാണെന്ന് സെർച്ച് ചെയ്യാനാണ് താല്പര്യമുള്ളത്. കൺട്രി ഞാൻ ഇന്ത്യയാണ് കൊടുത്തേക്കുന്നത്. ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ സെർച്ച്. സോ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാധനം തരും, ലൈക്ക് ട്രെൻഡ്സ് തരും. ഇപ്പം SERPയിൽ ടോപ്പ് റാങ്ക് ചെയ്യുന്ന ലിസ്റ്റ് തരും. ലൈക്ക് ഇപ്പോൾ ട്രെൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരിയറിൻ്റെ ഒരു വോല്യൂം നോക്കാം. 2400 വോല്യൂമാണ് ഈ പർട്ടിക്കുലർ ടൂളിൻ്റെ പ്രകാരം. 0.84 സെൻസ് ആണ് ഇതിൻ്റെ കോസ്റ്റ് പെർ ക്ലിക്ക് വരുന്നത്. ആൻഡ് സെർച്ച് ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇറ്റ്സ് അപ്പ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് ബോത്ത് continuous ഉണ്ട്. സോ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് റാങ്ക് ചെയ്യുന്നത്, യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ കോമ്പറ്റീറ്റേഴ്സ് വിച്ച് ആർ റാങ്കിങ് ഫോർ ദിസ് പർട്ടിക്കുലർ കീവേഡ്. ആൻഡ് അഗെയിൻ അതർ സജസ്റ്റഡ് കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാരിയർ ഇൻ ഇന്ത്യ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീവേഡ്സ് വിച്ച് യു ക്യാൻ പ്ലാൻ ഫോർ കണ്ടന്റ് റൈറ്റിംഗ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിനകത്ത് വരുവാണെങ്കിൽ ഇത് related keywords, other related keywords they are recommending us. So those are the keywords you can also look for. Like you can see that ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരിയർ നമ്മളിപ്പോൾ നോക്കി. അത് കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ്, ഓൺലൈൻ മാർക്കറ്റിംഗ് ജോബ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് നിയർ മീ, റിമോട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ്. ഇതെല്ലാം ജോബ് റിലേറ്റഡ് തന്നെയാണ്, ബിക്കോസ് കാരിയർ ആണ് നോക്കിയത് കൊണ്ട് നമുക്ക് ജോബ് റിലേറ്റഡ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് 590 ആണ് നമ്മളിത് ചെക്ക് ചെയ്യുക. സോ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഈ പർട്ടിക്കുലർ കീവേഡ്സിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് ഇവിടെ കിട്ടും. സോ ബൈ ദിസ് യു ക്യാൻ ആക്ച്വലി അനലൈസ് ദ കീവേഡ്സ് യു വാണ്ടഡ് ടു ഗോ ഫോർ. സോ നമുക്കിത് കാണാൻ പറ്റും, ഇതിൻ്റെ ട്രെൻഡ്സ് എങ്ങനെയാണ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആരാണ് SERPനകത്ത് റാങ്ക് ചെയ്യുന്ന സെക്ഷൻസ്. ദെൻ യു ഹാവ് ഓപ്ഷൻ ഓഫ് റാങ്കിങ് ആൻഡ് ട്രാഫിക്, ലൈക്ക് എത്ര URL കീവേഡ്സിന് വേണ്ടിയാണ് അത് റാങ്ക് ചെയ്യുന്നത്. ഓൾ ദ ഡാറ്റാസ് യു ക്യാൻ കളക്ട് ഹിയർ ഫ്രോം. സോ ദാറ്റ് നീഡ് ടു ബി റിക്വയർ ടൈം ടു കളക്ട്. സോ ഇപ്പം ഇത് ഡാറ്റ വന്ന്, സോ എത്ര കീവേഡിന് വേണ്ടിയാണ് URL കീവേഡ്സ് 228, URL ട്രാഫിക് എത്രയുണ്ട്, ഡൊമൈൻ കീവേഡ്സ് എത്രയുണ്ട്, ഡൊമൈൻ ട്രാഫിക് എത്രയുണ്ട്, ഓൾ ദ സെക്ഷൻസ് യു ഏബിൾ ടു സീ ഹിയർ ഇറ്റ് സെൽഫ്. സോ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ അതർ സജസ്റ്റഡ് കീവേഡ്സ് ഓൾസോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് നിയറിംഗ്, മീനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് സാലറി. ആ നമ്മൾ കീവേഡ് സജസ്റ്റ് ചെയ്തത് എടുത്ത കീവേഡ്സിൻ്റെ സജസ്റ്റഡ് കീവേഡ്സ് ആണ്. സോ വെൻ എവർ വി ആർ റൈറ്റിംഗ് എൻ ആർട്ടിക്കൽ, സോ നമ്മൾ ആ മെയിൻ കീവേഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു സജഷൻസ് ബേസ്ഡ് കീവേഡ്സ് നമ്മൾ ആ ആർട്ടിക്കലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ആ പേജിനകത്ത് നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കൽ എഴുതുവാണെങ്കിൽ ഏതേത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് ദ വൺ തിങ്, കീവേഡ് റിസർച്ച്. സോ ബേസിക്കലി നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് കീവേഡ്സ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ട കീവേഡ്സ്, ആ കംപ്ലീറ്റ് കീവേഡ്സ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാൻ പറ്റും. സോ കീവേഡ് റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ഡിഫിക്കൽട്ടി, ലൈക്ക് ഡൊമൈൻ സ്ട്രെങ്ത് എന്താണ്, അതാണ് ഇവരുടെ ഒരു ക്രൈറ്റീരിയ. സോ യു ക്യാൻ ലുക്ക് ഫോർ ദ ഡൊമൈൻ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കീവേഡ്. ബേസിക്കലി ഇതിനകത്ത് സോ ഇൻ്റർ അപ് ടു 50 കീവേഡ്സ് കോമ സെപ്പറേറ്റഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലൊക്കേഷനകത്ത് ആ കീവേഡിൻ്റെ ഡിഫറൻസ് ഡെൻസിറ്റി നോക്കാം. പിന്നെ മൈ ലിസ്റ്റ് ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ദോ യു ക്യാൻ ബ്രെയിൻ സ്റ്റോം യുവർ കീവേഡ്സ് ഹിയർ. സോ നമ്മൾ ഏതെങ്കിലും ഒരു കീവേഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഷോ ഇൻ ദ ഡിഫറെൻറ്റ് ചാനൽസിനകത്ത് അതെങ്ങനെയാണ് വരുന്നത്. സോ ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മാത്രം ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ഗൂഗിളിനകത്ത് ആളുകൾ എന്താണ് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് സെർച്ച് ചെയ്യുന്നത്, യാഹൂൽ എന്താ, ബിങ്, യൂട്യൂബ്, ആമസോൺ, eBay. സോ യു ഗെറ്റ് ഐഡിയ ലൈക്ക് വാട്ട് ആർ ദ തിങ്സ് പീപ്പിൾ ആർ സെർച്ചിങ് ഓൺ ഡിഫറെൻറ്റ് ചാനൽസ് റിലേറ്റഡ് ടു ദാറ്റ് മെയിൻ കീവേഡ്. സോ ഒരു ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്ത് ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് പ്രസൻറ്റ് ചെയ്യണം, അതിനൊരു ഐഡിയ തരുന്നതാണ്. സോ കീവേഡ് റിസർച്ച്, ബ്രെയിൻ സ്റ്റോം. പിന്നെ എക്സ്പ്ലോററിനകത്ത് നമ്മൾ പോയാൽ നമുക്ക് എക്സാക്ട്ലി ഓരോ ഡൊമൈൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാവും. സോ ലെറ്റ്സ് സ്ട്രെങ്ത്ത് നമുക്ക് ഒരു സൈറ്റ്സിൻ്റെ സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഞാനിവിടെ അവീവ് ഡിജിറ്റലിനെയാണ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അവീവ് ഡിജിറ്റലിനെ ഞാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ ഡൊമൈൻ 3.9, സ്കോർ ടാർഗറ്റ് എത്രയാണ്, 40 ആണ്. നമുക്കിനി അടുത്തത് ടാർഗറ്റ് ചെയ്യേണ്ടത്. സോ കോമ്പറ്റീഷൻ ലെവൽ എത്രയുണ്ട്, സോ അതെല്ലാം ഇവിടെ കാണിക്കുന്നത്. സോ 3, 4 to
3 ആണ് നമുക്ക് ഉള്ളത് ബാക്ക്ലിങ്സ് 3423. ഡു ഫോളോ നോ ഫോളോ ഓൺ ആൻ ഏവറേജ് 1:1 റേഷ്യോ ആണ്. ദാറ്റ്സ് എ ഗുഡ് വൺ. റെഫറിംഗ് ഡൊമൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ 534 ആണ്. ഇത്ര ഡിഫറെൻറ്റ് ഡൊമൈൻസിനാണ് ഇത്ര ലിങ്ക്സ് വരുന്നത്. ഓർഗാനിക് കീവേഡ്സ് യു ക്യാൻ സീ ദാറ്റ് വാട്ട് ആർ ദ കീവേഡ്സിന് വേണ്ടി നമ്മൾ റാങ്ക് ചെയ്യുന്നത്, ഏത് കീവേഡ്സിന് വേണ്ടിയാണ് ഇവിടെ റാങ്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് കോമ്പറ്റീറ്റേഴ്സ് ആരാണ്. സോ ടോപ്പ് DS റിഫറഡ് ഡൊമൈൻസ് ഏതാണ്. കംപ്ലീറ്റ് സെക്ഷൻ നമുക്ക് ഇവിടുന്ന് ബാക്ക് ലിങ്ക് ഓവർവ്യൂ നമുക്ക് നോക്കാൻ പറ്റും, എങ്ങനെയാണ് കൂടുന്നത്, വാട്ട് ആർ ദ ലൈക്ക് റെഗുലറായിട്ട് എത്ര ബാക്ക് ലിങ്ക്സ് ആണ് വന്നുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ എത്ര കൂടി. സോ യു ക്യാൻ സീ ദാറ്റ് ഓൾസോ. ദെൻ റാങ്കിങ് ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് ടോപ്പ് 1 to 3 എത്ര കീവേഡ്സ് ഉണ്ട്, 4 to 10 എത്ര കീവേഡ്സ് ഉണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് റാങ്കിങ് ഡിസ്ട്രിബ്യൂഷൻസ് ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ആങ്കർ ടെക്സ്റ്റ്, എങ്ങനെ ആങ്കർ ടെക്സ്റ്റ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത്. സോ are we doing any kind of shady things or not, that you get here. Then comes competitor analysis. So competitor backlink, organic keywords, competitor gap, URL matrix, page analyzer എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. So let's click on the competitor analysis and put a competitor over there. So ഞാനൊരു കോമ്പറ്റീറ്ററിനെ ഇവിടെ ഇടുവാണ്. സോ ആ കോമ്പറ്റീറ്ററിൻ്റെ നമുക്കൊരു മൊത്തം കോമ്പറ്റീഷൻ അനാലിസിസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ എൻറ്റയർ ഡൊമൈൻ, വാട്ട് ആർ ദ കീവേഡ്സ്, അവരുടെ സ്ട്രെങ്ത് എത്രയാണ്, ഹൗ ദേ ആർ, വാട്ട് ആർ ദ കീവേഡ്സ് ദേ ആർ ടാർഗറ്റിംഗ്, ഓൾ ദോസ് സെക്ഷൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ ഞാൻ ഇട്ട്, സോ സ്ട്രെങ്ത് യു ക്യാൻ സീ ദ 3 ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ആങ്കർ ടെക്സ്റ്റ്, അവരുടെ ആങ്കർ ടെക്സ്റ്റ് എന്താണ്. സോ മെയിൻലി IID.co ബ്രാൻഡ് നെയിം ആണ് മേജറായിട്ട് അവരുടെ വരുന്നത്. ബാക്ക് ലിങ്ക്സ് 6312 ആണ്. ഡു ഫോളോ 9 ഫോളോ. റെഫറിംഗ് ഡൊമൈൻ സിമിലർ ആണ്, നമുക്കുള്ള അത്ര തന്നെ റെഫറിംഗ് ഡൊമൈൻ ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ ബാക്ക് ലിങ്ക്സ് ദേ ആർ ഗെറ്റിംഗ് ഫ്രോം. സോ ബാക്ക് ലിങ്ക്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ജസ്റ്റ് നമുക്ക് നോക്കാം എവിടെ നിന്നാണ് ഇവർക്ക് ബാക്ക് ലിങ്ക്സ് വരുന്നത്. ആ ബാക്ക് ലിങ്ക്സ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇത് ഇവിടുന്ന് CSV നകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് അടിക്കാൻ പറ്റും. സോ വി ക്യാൻ ഓൾവേസ് ഡൗൺലോഡ് ദിസ്. സോ ക്ലിക്ക് ഓൺ ദ CSV. യു ക്യാൻ ജസ്റ്റ് ചെക്ക്. Let's open it and let's say that what are the keywords they are basically targeting for. So നമുക്കത് കംപ്ലീറ്റ് കീവേഡ്സിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ബാക്ക് ലിങ്ക്സ് എവിടെ നിന്നാണ് അവർക്ക് ബാക്ക് ലിങ്ക്സ് വരുന്നത്. സോ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 1 by 1 പോയിട്ട് അവരുടെ ഒരു ചെക്ക് ചെയ്യാൻ പറ്റും എവിടെ നിന്നാണ് അവർ ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഐ തിങ്ക് 600 എത്രയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. 700 അറൗണ്ട് നമുക്ക് ബാക്ക് ലിങ്ക്സ് കാണിക്കുന്നുണ്ട് ഇവർ കിട്ടിയത്. സോ ദാറ്റ് ഇസ് ദ 701 എൻട്രീസ് ആയിരിക്കും അവിടെ സേവ് ആയത്. സോ ദാറ്റ് ഇസ് ദ ബാക്ക് ലിങ്ക് അനാലിസിസ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഓർഗാനിക് കീവേഡ്സ് നോക്കാം. സോ വാട്ട് ആർ ദ ഓർഗാനിക് കീവേഡ്സിന് വേണ്ടി നമ്മുടെ കോമ്പറ്റീറ്റർ റാങ്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ യു ക്യാൻ സെർച്ച് ഹിയർ. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് പുട്ട് യുവർ കോമ്പറ്റീറ്റർ നെയിം, entire domain, let's search. And you can see that what are the keywords they are ranking for. So more than 1000 keywords are there. So again these are the keywords they are actually ranking for. So എങ്ങനത്തെ keywords ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, അവരുടെ പൊസിഷൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്കിതും ഡൗൺലോഡ് ചെയ്യിക്കാം. സോ വി ഫൗണ്ട് ഇത്ര കീവേഡ്സ്. സോ യു ക്യാൻ അഗൈൻ കീവേഡ് സെർച്ചിൻ്റെ സെക്ഷൻ രണ്ടാമത്തെ ഡൗൺലോഡ് ചെയ്യുക. സോ അത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ കീവേഡ്സ് വിൽ ബി ഡൗൺലോഡഡ്. സോ ഇത് ബേസിക്കലി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, വി ക്യാൻ ഡു അവർ റിസർച്ച് ബേസ്ഡ് ഓൺ ദാറ്റ് വാട്ട് എവർ ദ ഡാറ്റ വി ഫൗണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ കീവേഡിൻ്റെ കാണാൻ പറ്റും, ലൈക്ക് വാട്ട് ആർ ദ കീവേഡ്സ് ആണ് ബേസിക്കലി ഇവർ റാങ്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫ് കംപ്ലീറ്റ് സെക്ഷൻസ് കീവേഡ്സ്, ട്രെൻഡിങ് കീവേഡ്സിനെ ഇവിടെ റാങ്ക് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് അറൌണ്ട് 1000 വരെയും കീവേഡ്സ് നമുക്ക് ഇവിടുന്ന് ഇഷ്യൂ ആയി. So let's close this. So let's save it, and this one, let's close, save it. So ഇപ്പോഴത്തേക്ക് മിനിമൈസ് ചെയ്യാം, ക്യാൻസൽ. ഓക്കെ, സോ ദെൻ കോമ്പറ്റീറ്റർ അനാലിസിസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ കോമ്പറ്റീറ്റർ ഗ്യാപ്പ്, നമുക്ക് കോമ്പറ്റീറ്റർ ഗ്യാപ്പ് നോക്കാൻ പറ്റും. സോ ഒരു കോമ്പറ്റീറ്ററും നിങ്ങളുടെ സൈറ്റ്സും അവിടെ ഇട്ടാൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റർ ഗ്യാപ്സ് മനസ്സിലാവും. സോ ഷോ കീവേഡ്സ് ദാറ്റ് all of below target rank for. So but the following doesn't rank for. So you can give
ഏതേത് കീവേഡ്സിന് വേണ്ടി അവർ റാങ്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ റാങ്ക് ചെയ്യുന്നില്ല. സോ യു ക്യാൻ കമ്പയർ ദാറ്റ്. അപ് ടു 3 വരെയും കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ 3 സൈറ്റ്സ്, ഇത് ഭയങ്കര ബേസിക് ഫീച്ചേഴ്സാണ്. ലൈക്ക് നമ്മൾ റാങ്ക് ചെയ്യാത്ത കീവേഡ്സ് ഏതാണ്. യു ക്യാൻ സീ ദാറ്റ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ബാംഗ്ലൂരിന് വേണ്ടി നമ്മൾ റാങ്ക് ചെയ്യുന്നില്ല, ബട്ട് അവർ റാങ്ക് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദീസ് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, സോ that's the way how you can go about this particular segment. എങ്ങനെയാണ് നമ്മളിതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് അനാലിസിസ്, കോമ്പറ്റീറ്റർ അനാലിസിസ് കഴിഞ്ഞിട്ട്. സോ വി ക്യാൻ ഈവൻ CSV ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ വെരി സിമ്പിളാണ്. when you click on that, CSV automatically download it. So CSV ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ I will be uploading into Google Sheet so that അവിടെ നിന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനെ അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനകത്തോട്ട് എനിക്ക് എത്താൻ പറ്റും. ദെൻ കോമ്പറ്റീറ്റർ അനാലിസിസ് കഴിഞ്ഞ് കോമ്പറ്റീറ്റർ ഗ്യാപ്പ് നോക്കി URL മാട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് per URL 200 URL per max ആണ്. സോ ഓരോ എന്താണ് URLൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്, അതാണ് ബേസിക്കലി ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യുന്നത്. സോ ലൈക്ക് പേജ് അതോറിറ്റി എത്രയാണ്, ഡൊമൈൻ അതോറിറ്റി എത്രയാണ്. സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലിങ്ക് ബിൽഡിംഗ് ചെയ്യാൻ നേരം നമുക്ക് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, ഒരു അതോറിറ്റി നോക്കാൻ വേണ്ടി. സോ നമുക്കിവിടെ DA, PA, DS എല്ലാം നമുക്കിവിടെ ഒരിടത്ത് തന്നെ കാണുന്നുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ലിങ്ക് ബിൽഡിംഗ് യൂസ് ചെയ്യാൻ നേരം നമ്മൾ ഇതാണ് നോക്കാറ്. DA എത്രയാണ്, PA എത്രയാണ്, DS എത്രയാണ്, ലിങ്ക്സ് എത്ര വരുന്നുണ്ട്, അതോറിറ്റി ഉണ്ടോ, കീവേഡ് സൈറ്റ്സ് എത്ര കീവേഡ്സ് ആണ് റാങ്ക് ചെയ്യുന്നത്, ട്രാഫിക് എത്രയാണ് വരുന്നത്, ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് വി ബേസിക്കലി ഫോക്കസ് ഓൺ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ് കോമ്പറ്റീറ്റർ അനാലിസിസിനകത്തും ബേസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന URL മാട്രിക്സ്. അതേപോലെ തന്നെ പേജ് അനലൈസർ, നമുക്ക് ഓരോ സിംഗിൾ പേജസ് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം ഒരു പേജ് ഇട്ടിട്ടുണ്ട്, ആ പേജിൻ്റെ വെബ്സൈറ്റിൻ്റെ സ്കോർ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും, എന്താണ് പ്രശ്നം അതിനകത്തുള്ളത്. സോ ലെറ്റ്സ് പുട്ട് സംതിങ്. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ തന്നെ അനലൈസ് ചെയ്യാം. So when you see that web page score 60 ആണ് വെബ് പേജ് സ്കോർ വരുന്നത്, അതോറിറ്റി 40, ഡൊമൈൻ അതോറിറ്റി 26, ടൈറ്റിൽ എന്താ കൊടുത്തേക്കുന്നത്, യു ക്യാൻ സീ ദാറ്റ് വാട്ട് ആർ ദ ടൈറ്റിൽ ആൻഡ് ഓപ്പൺ ഗ്രാഫ് മെറ്റ പ്രോപ്പർട്ടീസ് എന്താണ്, ലോക്കൽ വെബ്സൈറ്റ്സ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത്, URL എന്താണ്, സൈറ്റ് നെയിം, ഇമേജസിനകത്ത് അവർ എന്താ കൊടുത്തേക്കുന്നത്, യു ക്യാൻ സീ ദാറ്റ് ഇമേജ് സോഴ്സ് URL, കംപ്ലീറ്റ് സെക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹെഡ്ലൈൻ 2H2 യൂസ് ചെയ്യുന്നുണ്ട് അവർ, 2H2 കണ്ടൻറ്റിനകത്ത് വരുന്നുണ്ട്. നോർമലി നമ്മൾ 1H2 ആണ് യൂസ് ചെയ്യാറ്. സോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ ഇമേജസ് 88 images in web page and 64 also are empty and missing. So 64 empty ആണ്, alt text ഇല്ല. text to HTML ratio 81.4 ആണ്. So this page ratio text to code is below 50%. So around 50% ആണ് വരേണ്ടത്. So മതലബ് കണ്ടന്റ് ഇച്ചിരി കൂടെ കൂട്ടണം അതിനകത്ത്. ഫ്ലാഷ് perfect, no flash content prompt. iframe too bad, you have iframe on the web page. This means that content iframe cannot be indexed. iframe actually google nath index avutilla. Pinne SEO links, URL rewrite good, underscore in the URL, you have detected underscore in URL, you should rather use hyphen or optimize SEO. So in page idella basically oru criteria aanu which we actually look for. So keyword cloud, basically keywords ഏതേത് കീവേഡ്സ് ആണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ് മേജറായിട്ട് ഇവർക്ക് കീവേഡ്സ് വരുന്നത്. കീവേഡ് ഡെൻസിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏത് കീവേഡ്സ് ആണ് കൂടുതലായിട്ട് കണ്ടന്റിനകത്ത് വരുന്നത്. ഡോക്യുമെൻറ്റ് ടൈപ്സ് എന്തെന്തുണ്ട്, ഈ സ്പീഡ് ടിപ്സ്. സോ എക്സലൻറ്റ്, യുവർ വെബ്സൈറ്റ് ഈസ് നീറ്റസ്റ്റ് ടാബ്ലറ്റ്സ്. ടു ബാഡ്സ്, യുവർ വെബ്സൈറ്റ് ഈസ് ഇൻലൈൻ സ്റ്റൈൽ. ഇഷ്യൂസ് കാണിക്കുകയാണ് മൊബൈലിനകത്ത്. ഓപ്റ്റിമൈസേഷൻ, XML സൈറ്റ് മാപ്പ്, റോബോട്ട്സ്, പിന്നെ അനാലിറ്റിക്സ്. സോ ഗൂഗിൾ അനാലിറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പെർഫോമൻസ്, ആക്സസിബിലിറ്റി, ബെസ്റ്റ് പ്രാക്ടീസ്, SEO. സോ കംപ്ലീറ്റ് നിങ്ങൾക്കൊരു സ്റ്റേറ്റസ് കിട്ടും ആ പർട്ടിക്കുലർ സൈറ്റിൻ്റെ ഒരു സ്പീഡ് സെക്ഷൻ്റെ ഇതെല്ലാം. സോ ഇത് നമുക്ക് ബേസിക്കലി ഒരു ക്ലയൻറ്റിന് പ്രപ്പോസൽ കൊടുക്കണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫൈൻഡ് ചെയ്ത് റിപ്പോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മളവരെ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ്. സോ ഡൗൺലോഡ് ആസ് എ PDF ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി.
സോ ലെറ്റ്സ് അത് ഗെറ്റ് ഡൗൺലോഡ് ആയിക്കോട്ടെ. സോ ഇത് പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ യൂട്യൂബ് റിസർച്ചാണ്. യൂട്യൂബ് റിസർച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. സോ യൂട്യൂബിനകത്തും നമുക്ക് ഏത് വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻറ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഈ പർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് ഇവിടുന്ന് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസാണ്. സോ വെൻ യു കം ടു കീവേഡ്സിനകത്ത് നമുക്ക് വരാം. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എൻ്റെ കണ്ടൻറ്റ്. സോ ആ കണ്ടൻറ്റിന് വേണ്ടി നമുക്ക് സെർച്ച് ചെയ്യാം. യൂട്യൂബ് സെർച്ചാണ് ഞാനിപ്പം ചെയ്യുന്നത്. സോ now you can see that യൂട്യൂബിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് ഏതാ വരുന്നത്. സോ യൂട്യൂബിനകത്താണ് ആരാരായിട്ട് റാങ്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഏജ്, എത്ര വ്യൂസ് ഉണ്ട്, ടൈറ്റിൽ മാട്രിക്സ്, ഡിസ്ക്രിപ്ഷൻ മാച്ച്, പർട്ടിക്കുലർ ഒരു അതെങ്ങനെയുണ്ട്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കോമ്പറ്റീഷൻ സ്കോർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ വാട്ട് ആർ ദ പീപ്പിൾ ആക്ച്വലി ലുക്കിംഗ് ഫോർ. സോ ദീസ് ആർ ദ ഐഡിയാസ് യു വിൽ ഗെറ്റ്. ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, ഗൂഗിൾ. സോ ഓൾ ദോസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്ര വോള്യൂംസ് ഉണ്ട്, എത്ര CPC വരുന്നുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽ അബൌട്ട് യൂട്യൂബ് യു വിൽ ഗെറ്റ് ഹിയർ. സോ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ കാരിയറിനകത്തോട്ട് നമ്മൾ മാറുവാണെങ്കിൽ, സോ കാരിയറിനകത്തോട്ട് നമുക്ക് കാണാൻ പറ്റും ആളുകൾ എന്തെന്ത് ടൈപ്സ് ഓഫ് കണ്ടൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ അനലൈസ് ദ യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഏത് കീവേഡ്സ് ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. 4400 ട്രാഫിക് ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ 2000 സംതിങ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ 4000 സംതിങ് ഉണ്ട്. സോ അഗെയിൻ you can see that near job, me, Google digital marketing, ആ കീവേഡ്സ് എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഫോംസ് ഓൾറെഡി ഈ പർട്ടിക്കുലർ സെക്ഷന് വേണ്ടി റാങ്ക് ചെയ്യുന്നത് URL ഏതാണ്. സോ വെൻ യു ക്ലിക്ക് ഓൺ ദിസ് യു വിൽ ഏബിൾ ടു സീ ദാറ്റ് ആ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഏത് വീഡിയോ ആണ് ടോപ്പിൽ റാങ്ക് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ കീവേഡ്സിന് വേണ്ടി. സോ ദിസ് is a 43 സെക്കൻഡ്സിൻ്റെ വീഡിയോ ആണ്. 7 smart way dismiss. So you can see that this is the video which is ranking for this particular. So let's skip. I'd imagine if you're watching this video. So ഈ വീഡിയോ ആണ് ഫസ്റ്റിനകത്ത് റാങ്ക് ചെയ്യുന്നത്. സോ 3.4K ലൈക്സ്. ഓൾ ദ സെക്ഷൻസ് ആണ് നമുക്ക് ഇവിടുന്ന് ഐഡിയ കിട്ടുന്നത്. സോ ദാറ്റ്സ് വേ യു വിൽ സീ ദാറ്റ് ദീസ് ആർ ദ തിങ്സ് ഹിയർ ഷോയിങ് ഇറ്റ്. സോ നൗ യൂട്യൂബ് റിസർച്ച്, അതേപോലെ തന്നെ യൂട്യൂബ് ഡിഫിക്കൽട്ടി നമുക്ക് നോക്കാൻ പറ്റും. സോ ഇപ്പോൾ ഒരു കീവേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ ആ കീവേഡിൻ്റെ യൂട്യൂബ് ഡിഫിക്കൽട്ടി നമുക്ക് എന്തായിരിക്കും നമുക്ക് നോക്കാം. ദെൻ നമുക്കിത് കീവേഡ് സേവ് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബ് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ് ടു 50 കീവേഡ്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഒരു കീവേഡ്സിനെ എടുക്കുകയാണ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് സെർച്ചിങ്. സോ ലെറ്റ് ഇറ്റ് സെർച്ച് ചെയ്തിട്ട് ഇവർ എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് ഷെയർ ചെയ്യും, എത്ര ട്രാഫിക്കാണ് ബേസിക്കലി ഉള്ളത്. ഒരു വട്ടം കൂടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. കീവേഡ് എടുക്കാം, പ്ലേസ് ചെയ്യാം, സെർച്ചിൽ ക്ലിക്ക് ചെയ്യാം. സോ നൗ ഇറ്റ്സ് ഫൈൻഡിങ് ഓൾ ദ ആ പർട്ടിക്കുലർ കീവേഡിന് വേണ്ടി യൂട്യൂബ് ചാനൽസ് ഏതേതാണ് വീഡിയോസ് റാങ്ക് ആവുന്നത്, അവർ ഏതേത് കണ്ടൻറ്റ്. സോ യു ഗെറ്റ് ആൻ ഐഡിയ ലൈക്ക് എന്ത് കണ്ടൻറ്റ് ആണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അതേപോലെ കണ്ടൻറ്റ് നമുക്ക് അതിനേക്കാളും ബെറ്റർ കണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ടി എത്രയാണ്, 51 ആണ് ഡിഫിക്കൽട്ടി. യു ക്യാൻ ഫോക്കസ് ഓൺ ദാറ്റ് ഓൾസോ. ദെൻ നെക്സ്റ്റ് ഈസ് റാങ്ക് ട്രാക്കിംഗ്. അടുത്ത ഫീച്ചേഴ്സ് റാങ്ക് ട്രാക്കിങ്ങിൻ്റെ ആണ്. സോ റാങ്ക് ട്രാക്കിങ്ങിനകത്ത് നമുക്ക് കീവേഡ്സ് കൊടുക്കാം. സോ അതിനകത്ത് വരുന്ന ട്രാക്കിംഗ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ആഡ് എ ഡൊമൈൻ. സോ യു ക്യാൻ ആഡ് ലൈക്ക് you can click on here, you can enter a domain. So homepage URL only. So let's add this, submit. So HTTPS വേണം. So let's do this, HTTPS. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ റാങ്കിങ് ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സെൽഫ് വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ട്രാക്ക് ചെയ്യാം. ഓൾ ദ സെക്ഷൻ യു ക്യാൻ ക്രിയേറ്റ് ഹിയർ. ഓക്കെ, സോ റാങ്കിങ് ഓൾറെഡി ട്രാക്ക് ചെയ്യുന്ന കുറച്ച് കാണിച്ചു തരാം. ഓസൻ കാസ്റ്റ്. സോ ഇതിൻ്റെ റാങ്കിങ് കാസ്റ്റ് ഐറൺ മാനുഫാക്ചർ സർവീസസ്, ഓൾ ദോസ് കീവേഡ്സ് യു ക്യാൻ സീ ദാറ്റ് അതിൻ്റെ റാങ്കിങ് എന്താണ്, റാങ്ക് എത്രയാണ്. സോ URL ആഡഡ് സക്സസ്ഫുള്ളി. നൗ യു നീഡ് ടു ഗിവ് ദ കീവേഡ്സ്. സോ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കീവേഡ്സ് എടുത്തായിരുന്നു. കുറച്ച് കീവേഡ്സ് നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കീവേഡ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ
എനിവേ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സബ്മിറ്റ് ചെയ്യാം ആൻഡ് യു ക്യാൻ സീ ദാറ്റ് വൺ കീവേഡ് ആഡഡ്. ആ കീവേഡിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഏത് റാങ്കിലാണ് വരുന്നത്, അതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സോ യു ക്യാൻ ഡിലീറ്റ് ഓൾസോ. 2 വട്ടം ആഡ് ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് റിമൂവ് വൺസ്. Okay, so you can see that what are the keywords so ranking for. So ഇതിന് keywords കയ്യിലായിരുന്നു. So digital marketing, submit, and you can see that all the keyword ranking എത്ര വരുന്ന മേജർ ആയിട്ട് keywords ranking എന്താ വരുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. So that's the way how you get the ranking of the keywords also. A particular location നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. So you can Google ഇപ്പോൾ നിങ്ങൾ കൺട്രി അതർ കൺട്രി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് google.ae നോക്കാം. എയിൽ എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത്. സോ ഈവൻ ദോ ലോക്കലൈസ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിഫേർഡ് ലോക്കൽ സെക്ഷൻസ് നമുക്ക് ഇവിടുന്ന് ലൊക്കേഷൻസ് വൈസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്കിപ്പം ദുബായ് ആണ് എനിക്ക് വേണ്ടത്. സോ ഐ ക്യാൻ സെർച്ച് ഫോർ ദുബായ് ആൻഡ് ആ പർട്ടിക്കുലർ ലൊക്കേഷനകത്ത് ലൊക്കേഷൻ നോട്ട് അപ്ഡേറ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് കീവേഡ്സ്. ഓക്കെ, സോ സെയിം UAE-നകത്ത് ഇപ്പം കാണിക്കുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിന് ഇതിൻ്റെ വോല്യൂം എത്ര വരുന്നുണ്ട്, എത്ര റാങ്കിങ് ഉണ്ട്, ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പം കാണുന്നില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന സെക്ഷൻ. സോ ദാറ്റ് വേ വി ക്യാൻ ആഡ് എനി വെബ്സൈറ്റ് ഹിയർ. സോ ലെറ്റ്സ് ഡിലീറ്റ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് മൂവ് ടു അനദർ വൺ. നൗ ദ ഫൈനൽ വൺ ഈസ് കണ്ടൻറ് അസിസ്റ്റൻറ്റ്. സോ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ആർട്ടിക്കിളും എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ബേസിക്കലി സെക്ഷനകത്താണ് നമ്മളിവിടെ വരുന്നത്. സോ നമ്മളിവിടെ ഒരു കീവേഡ് കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുമ്പോൾ സെർച്ച് ചെയ്യുക. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് സംഭവങ്ങളാണ് ഇവർ സെർച്ച് ചെയ്യുന്നത്, അനലൈസിങ് ഡാറ്റ. ആൻഡ് ദേ വിൽ ഗിവ് യു സജഷൻസ് ലൈക്ക് കണ്ടൻറ് ഫ്രെയിമിങ്ങിനകത്ത് നമുക്ക് എന്തെന്താണ് ആഡ് ചെയ്യേണ്ടത്, അതെല്ലാം കണ്ടൻറ് അസിസ്റ്റൻറ്റിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ടു കം അപ്പ് വിത്ത് ദ റിസൾട്ട്സ് ആൻഡ് സീ. സോ ഇത് ടൂൾ ഓവറോൾ നല്ലൊരു ടൂളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ലൈക്ക് നോർമലി ഇറ്റ്സ് സെയിങ് ദാറ്റ് വേർഡ് കൗണ്ട്സ് എത്രയാണ് ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്നതാണെങ്കിൽ എവറേജ് ഫസ്റ്റ് പേജ് വേർഡ് കൗണ്ട് വരുന്നത് 3782 ആണ്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കീവേഡ് ആണെങ്കിൽ ഇത്ര കീവേഡ്സ് വരുന്നുണ്ട്. റിക്കമെൻഡഡ് കീവേഡ്സ് മസ്റ്റ് ഇൻക്ലൂഡ് എത്രയാണ്, 60 കീവേഡ്സ് ആണ്. റിലേറ്റഡ് കീവേഡ്സ് 31, ടോട്ടൽ വേർഡ്സ് 91 ആണ്. സോ ഇതെല്ലാം കീവേഡ്സ് ആണ് നമുക്ക് ഈ ആർട്ടിക്കലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. യു ക്യാൻ സീ ദാറ്റ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് കീവേഡ്സ് നമുക്ക് ഇത് എടുക്കേണ്ടത്. സോ ഇത് മെയിൻ്റെ സെക്ഷനാണ്. ദെൻ കീവേഡ്സ് മാത്രം നിങ്ങൾക്ക് നോക്കാം. you will see that what are the related keywords, top URL keywords. So ഒരു കണ്ടന്റ് എഴുതുന്നതിന് മുമ്പേ നമ്മൾ ഇതിനകത്തുനിന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെക്ഷൻസ് കിട്ടും. ഈവൻ ദോ നമ്മൾ ഫ്രേസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഫ്രേസിനെ പോലെ തന്നെയാണ്, ബട്ട് ഇത് ഇച്ചിരി കൂടെ കണക്റ്റഡ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട്. ലൈക്ക് വാട്ട് ആർ ദ ഫസ്റ്റിൽ റാങ്ക് ചെയ്യുന്ന എന്താണ്, കണ്ടന്റ് സ്നിപ്പെറ്റ്സ്. സോ അവർ റാങ്ക് ചെയ്യുന്ന സെക്ഷൻസ് എന്താണ്. ഈവൻ ദോ യു ക്യാൻ കോപ്പി ദാറ്റ് പർട്ടിക്കുലർ കണ്ടന്റ്. ആ ആർട്ടിക്കലിൻ്റെ കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ പേസ്റ്റ് ദാറ്റ് കണ്ടന്റ് ആൻഡ് അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ അതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ അതിനെ ഒരു കണ്ടന്റ് ഫോർമാറ്റിനകത്തോട്ട് മാറ്റാൻ പറ്റുന്ന സെക്ഷൻസ്. അഗെയിൻ ക്വസ്റ്റ്യൻസ്, പീപ്പിൾ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്തെന്ത് ക്വസ്റ്റ്യൻസ് ആണ് ആളുകൾ ചോദിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എ ഗുഡ് കരിയർ. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ഓൾ ദീസ് തിങ്സ് ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് യുവർ കണ്ടന്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആർട്ടിക്കലിനകത്ത് തന്നെ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ SERPs. സോ SERPസിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ പറ്റും. ലൈക്ക് ടോപ്പ് പേജസ്, ദ ഫസ്റ്റ് പേജ് സെർച്ച് ഓൺ ഗൂഗിൾ ആരാണ് റാങ്ക് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെഫിനിഷന് വേണ്ടി. മെയിൽഷിംപാണ് റാങ്ക് ചെയ്യുന്നത്. ദെൻ ഹബ്സ്പോട്ട്, ദെൻ മാർക്കറ്റോ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ യു ക്യാൻ ലുക്ക് ഫോർ ദ ഓൾ ദീസ് സെക്ഷൻസിന് വേണ്ടിയാണ് റാങ്ക് ചെയ്യുന്നത്. ഈവൻ നീൽ പട്ടേൽ വരെ റാങ്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പേജിനകത്ത്. സോ ദിസ് വേ യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ്. ഈവൻ ദോ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ വെൻ യു എക്സ്പോർട്ട് ടെക്സ്റ്റ് CSV, സോ യു ക്യാൻ സീ ദാറ്റ് വാട്ട് ആർ ദ സെക്ഷൻ യു നീഡ് ടു ഇൻക്ലൂഡ്. സോ ബേസിക്കലി നമുക്ക് ഇതിനകത്ത് വരാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്ത് കീവേഡ്സ്, റിലേറ്റഡ് കീവേഡ്സ് വേണം. ടോപ്പ് URL കീവേഡ്സ് ഏതേതാണ്, ലൈക്ക് ആളുകൾ കീവേഡ്സ് ഏതേതാണ് യൂസ് ചെയ്യുന്നത്. സോ all those information you are going to get here. So ഇത് ആക്ച്വലി നിങ്ങൾക്ക് എന്താ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തരും. ഓക്കെ, ഇതെല്ലാം കീവേഡ്സ് നമ്മുടെ കണ്ടന്റിനകത്ത് എന്തായാലും വേണം, മിനിമം ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മിനിമം വൈബിലിറ്റി സെക്ഷനാണ്. സോ ദിസ് ഈസ് ദ ടൂൾ കീ സെർച്ച്. നല്ലൊരു ടൂളാണ്. സോ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും. യു ക്യാൻ ഗോ ആൻഡ് യൂസ് ദിസ് ആൻഡ് ലെറ്റ് മി നോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഓർ എനി സജഷൻസ്. വിൽ ടേക്ക് ദിസ് ഫോർവേഡ്. ആൻഡ് ഇതിൻ്റെ സെക്ഷൻസ് നിങ്ങളിപ്പം കീ സെർച്ച് .co ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ നോക്കുവാണെങ്കിൽ ലെറ്റ്സ് ഓപ്പൺ ദി സൈറ്റ് ഹിയർ and you can click on the price
and you can see that 1 month free trial ചെയ്യാൻ പറ്റും. Starter $17 per month ആണ്, and what I was showing, this is the 34 per month, and this is the tool. You can see that all the detailed sections you will able to get there. Okay, so that's it. Let's meet you in next video. Hope you like this video, and let me know your feedback in our comment. See you guys. Bye bye. Take care.